വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വാട്ട് ഈസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്, ആ ഓരോ ഐറ്റംസിൻ്റെയും എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് അൺസോൾഡ് ഗുഡ്സ് lying in the stores at the time of the accounting period. Usually there is no account already appearing in the ledger. Therefore, closing stock will not appear in the trial balance. It is given as an additional information. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കാണ് അല്ലേ, അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡ്. This is the value of unsold goods lying in the store at the end of the accounting period. അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് നമ്മുടെ സ്റ്റോറിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡ്. ഏതൊക്കെ ഗുഡ്സ് ആണോ അൺസോൾഡ് ആയിട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാറുണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. ദ ട്രേഡിംഗ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ കറണ്ട് ഇയർ ബിക്കംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ ആൻഡ് ഈസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഓഫ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ അല്ലേ. നെക്സ്റ്റ് ഇയറിൽ അത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അഡ്ജസ്റ്റഡ് പർച്ചേസസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അഡ്ജസ്റ്റഡ് പർച്ചേസസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി സംടൈംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ട്രയൽ ബാലൻസ് itself. ഇറ്റ് മീൻസ് ദാറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ അഡ്ജസ്റ്റഡ് ത്രൂ പർച്ചേസസ് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ പർച്ചേസസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വരുന്ന കേസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. Adjusted purchases and closing stock will now appear. Adjusted purchases will be taken to the debit side of trading account and closing stock will be shown on the asset side of the balance sheet. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സിറ്റുവേഷനാണ് നമുക്ക് വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. അപ്പോൾ അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ചില സമയത്ത് ചോദിക്കും വാല്യൂ ഓഫ് അൺസോൾഡ് ഗുഡ്സ് ലൈയിങ് ഇൻ ദ സ്റ്റോർസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഈസ് നോൺ ആസ് വാട്ട് ഈസ് ദാറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ ജസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുകൂടാതെ കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കൊരു 18 ഐറ്റംസ് ഉണ്ട് സത്യം പറഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്കൊരു ക്ലാസ്സിൽ പഠിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അതിനുശേഷം മറ്റൊരു ക്ലാസ്സിൽ ബാക്കിയുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് പറയാനുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ കുറിച്ചാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ and whose benefit has been derived during the year but the payment has not yet been made are called outstanding or accrued expenses. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകർ ഡ്യൂറിങ് ദ ഇയർ ആണ്. ഈ എക്സ്പെൻസസ് നമുക്ക് ഡ്യൂറിങ് ദ ഇയർ ഇൻകർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹൂസ് ബെനിഫിറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, അതിൻ്റെ ബെനിഫിറ്റും ഡ്യൂറിങ് ദ ഇയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ബട്ട് പേയ്മെൻറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ മെയ്ഡ്, അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത് നിങ്ങൾ നോക്കുക. വെൻ സാലറി ഫോർ എൻ എംപ്ലോയി ഈസ് ₹2,000 per month and if only 20,000 is paid for the year, ബാലൻസ് 4,000 വരുന്നുണ്ട് അല്ലേ. 2,000 പെർ മന്ത് ആണ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,000 into 12, അതായത് 24,000 ആണ് സാലറി. ഓൺലി 20,000 ഈസ് പെയ്ഡ് ഫോർ ദ ഇയർ. അപ്പോൾ ബാലൻസ് 4,000 ഉണ്ട്, വിച്ച് ഈസ് നോട്ട് പെയ്ഡ്, ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത്, എൻട്രി കാണിക്കുന്ന സമയത്ത് സാലറി അക്കൗണ്ട് ഡെക്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ടിൽ സാലറി എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. Those expenses which have been paid in advance, whose benefit will be available in future, are called unexpired or prepaid expenses. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പേയ്മെൻറ്റ് നടത്തിയതാണ് അല്ലേ, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിലേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള എക്സ്പെൻസസിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് സച്ച് ആസ് ഇൻഷുറൻസ് പ്രീമിയം, ടാക്സസ്. അപ്പോൾ നമ്മൾ പ്രീമിയം അടച്ചാലും വി വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഇൻ എ ഫ്യൂച്ചർ ടൈം അല്ലേ. അപ്പോൾ അതെല്ലാം പ്രീപെയ്ഡ് എക്സ്പെൻസസിന് എക്സാമ്പിളാണ്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഫോർ എ ഹോൾ ഇയർ ഇൻ അഡ്വാൻസ്. സിൻസ് സച്ച് എക്സ്പെൻസസ് ആർ ഓൾറെഡി പെയ്ഡ്, ദേ ആർ ഓൾസോ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദാറ്റ് പീരിയഡ്. The whole of these payments are not related to the current period and therefore proportionate amount applicable to current trading period only should be charged to revenue account. Revenue account and portion of the amount paid in advance should be carried forward to next period. ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ എക്സ്പെൻസസ് വിച്ച് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഹൂസ് ബെനിഫിറ്റ് വിൽ ബി അവൈലബിൾ ഇൻ എ ഫ്യൂച്ചർ പീരിയഡ്, ദാറ്റ് ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ എൻട്രി എഴുതുന്ന സമയത്ത്, നമുക്കിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യും മെയിൻ എക്സാം ആകുമ്പോഴേക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചാൽ മതി. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്, ദാറ്റ് ഈസ് എക്രൂഡ് ഇൻകം. അപ്പോൾ ഇതുവരെ നമ്മൾ എക്സ്പെൻസസ് ആണ് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് വരുന്നത് എക്രൂഡ് ഇൻകം ആണ്. ആൻ ഇൻകം വിച്ച് ഹാസ് ബീൻ ഏൺ ബട്ട് നോട്ട് റിസീവ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ, ഇറ്റ് ഈസ് കോൾഡ് എക്രൂഡ് ഇൻകം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൻകം വിച്ച് ഹാസ് ബീൻ ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ് ഈസ് നോൺ ആസ്. അപ്പം ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല, ദാറ്റ് ഈസ് എക്രൂഡ് ഇൻകം. എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റെൻറ്റ്, കമ്മീഷൻ, അങ്ങനെയുള്ളതെല്ലാം ഈ പറയുന്നതെല്ലാം തന്നെ മെനി ടൈം എ ബിസിനസ് ഏൺ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയർ ബട്ട് ആക്ച്വലി നോട്ട് റിസീവ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്, അങ്ങനെ വരുന്നതാണ് എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഇൻകമാണ്. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ് ചെയ്തു ബട്ട് നോട്ട് ഏൺ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയറിൽ നമ്മളത് ഏൺ ചെയ്തിട്ടില്ല, അതാണ്. സംടൈംസ് ദ എമൗണ്ട് റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ആൻ ഇൻകം ഡ്യൂറിങ് ദ ഇയർ പെർറ്റെയിൻസ് പാർഷ്യലി ടു ദ നെക്സ്റ്റ് ഇയർ. ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, നമുക്ക് അടുത്ത ഇയറിലും കൂടി കുറച്ചുകൂടി അതിൻ്റെ എമൗണ്ട് കിട്ടാനുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻ സച്ച് കേസ് സോ മച്ച് ഓഫ് ദ ഇൻകം ആസ് ഈസ് റിലേറ്റിംഗ് ടു ദ നെക്സ്റ്റ് പീരിയഡ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ആസ് ഇൻകം ഇൻ ദ കറൻറ്റ് ഇയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നെക്സ്റ്റ് വരുന്നത് ഡിപ്രിസിയേഷനാണ്. ഡിപ്രിസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ പെർമനൻറ്റ് ആൻഡ് ഗ്രാജുവൽ diminution in the value of asset due to wear and tear, use or abuse or effluxion of time. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അസറ്റിനുണ്ടാവുന്ന
തേയ്മാനം, വിയർ ആൻഡ് ടിയറിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രിസിയേഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയിട്ട് കാണുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിപ്രിസിയേഷനെ കുറിച്ച് മനസ്സിലാവും. അപ്പോൾ ഡിപ്രിസിയേഷൻ വരുമ്പോൾ നമ്മൾ എൻട്രി കാണിക്കുന്നത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെക്റ്റർ ടു മെഷീനറി അക്കൗണ്ട് ആണ്. അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻട്രി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ടു ഇൻകം, അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിക്സ് ടേംസ് ആണ് പറഞ്ഞത്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഓരോന്നായിട്ട് ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണെന്ന് പറഞ്ഞു. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണെന്ന് പറഞ്ഞു. ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ്, ദാറ്റ് ഈസ് എക്രൂഡ് ഇൻകം എന്താണെന്ന് നോക്കി. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണെന്ന് നോക്കി. ഡിപ്രിസിയേഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് മൊത്തം 18 ടേംസ് പഠിക്കാനുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷനായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 6 ടേംസ് എല്ലാവരും നന്നായിട്ട് നോക്കുക. ഇത് ഓരോ ടേമായിട്ട് പറയുന്നതാണെങ്കിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ആ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം എല്ലാവരും നന്നായിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് നമ്മൾ ഉടൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്